ഹലോ ഫ്രണ്ട്സ്, ഇബ്ബനസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് റമ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ആപ്പായിട്ട് തന്നെയാണ് ഗൈസ്. നമ്മൾ ചാനൽ നോക്കി അറിയാൻ പറ്റും. നമ്മൾ റമ്മി പെർഫെക്റ്റിൻ്റെ വീഡിയോസാണ് ഇടുന്നത് കൂടുതലും. ഇതുവരെ നല്ലൊരു ആപ്പാണ് ഗൈസ്. നമുക്ക് ഇതിനകത്ത് നിന്ന് അത്യാവശ്യം ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുതിയ ഗെയിംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാനും കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ പറയാൻ വേണ്ടിയാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നോക്കി കാണാമായിരിക്കും. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ബാലൻസ് പോയി കഴിഞ്ഞാൽ മേളിൽ കാണാൻ പറ്റും 250 രൂപയാണ്. ഇതിനകത്ത് മിനിമം റീചാർജ് ചെയ്യണമെങ്കിൽ 100 രൂപ തൊട്ട് മിനിമം റീചാർജ് ചെയ്യാൻ പറ്റും. 100, 200, 300 അങ്ങനെയൊക്കെയാണ് മിനിമം. റീചാർജ് ചെയ്ത് അപ്പോൾ തന്നെ അക്കൗണ്ടിൽ കയറുന്നതായിരിക്കും ഗൈസ്. വലിയ താമസമൊന്നുമില്ല. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ തന്നെ അവർക്ക് മറ്റേ സപ്പോർട്ടിന് നമുക്കിവിടെ സപ്പോർട്ടിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ റിപ്ലൈ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് റീചാർജ് ചെയ്തിട്ട് അക്കൗണ്ടിൽ കയറിയില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. 2 ദിവസം കൂടെ എങ്ങനെ പോലും കയറുന്നതാണ്. കയറിയില്ലെങ്കിലുള്ള കാര്യമാണ്. സാധാരണ അങ്ങനെ വരാറില്ല. സംഭവിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും കയറുന്നതാണ്. കുറച്ച് പുതിയ ഗെയിംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോഴ്സ് റേസിംഗ് ഒന്നും നേരത്തെ ഇല്ലായിരുന്നു. ഹോഴ്സ് റേസിംഗ് ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജാടിമുണ്ട എന്ന് പറഞ്ഞ കളിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ എൻ്റെ 250 രൂപ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ 2 ഗെയിംസ് പരിചയപ്പെടുത്തി തരാം. ഹോഴ്സ് റേസിംഗ് ഒന്ന് കളിച്ചോ ഗൈസ്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. മിനിമം 10 രൂപയാണ്. കളി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോഴ്സിൽ വെറ്റ് വയ്ക്കണം. അതിൻ്റെ മേലിലുള്ള എത്ര എക്സ് എന്ന് വെച്ചാൽ അത്രയും പൈസ നമുക്ക് കിട്ടും. ഇപ്പോൾ 21.5x അല്ല 1 വെച്ചാൽ 2 വെച്ചാൽ നമുക്ക് വെച്ചതിൻ്റെ 7.2 ഇരട്ടി കിട്ടും. അങ്ങനെ ആ റേഞ്ചിലാണ് കേസ് കളി പോകുന്നത്. അവസാനമായിട്ട് വന്നങ്ങനെ 2ആണ്. അപ്പോൾ നമ്മൾ 3ലും 6ലും ബെറ്റ് വെച്ചിട്ടുണ്ട്. വെറുതെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം 3ലും 6ലുമാണ് ഞാൻ ബെറ്റ് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും 2ഉം തോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 6 ജയിക്കും കൈസ്. 6 ജയിച്ചു. വെച്ചതിൻ്റെ 2.5 ഇരട്ടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഹോഴ്സ് റേസിംഗ് കളി. നമ്മൾ ഏത് വയ്ക്കണോ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടും. അപ്പോൾ 10 രൂപയാണ് മിനിമം ബെറ്റ് വയ്ക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് 3 രൂപയ്ക്കാണെങ്കിൽ എനിക്ക് 21 ഇരട്ടി കിട്ടും. എന്ന് വെച്ചാൽ 10 രൂപ വെച്ചാൽ എനിക്ക് 210 രൂപ കൂടുതൽ കിട്ടും കൈസ്. 212 രൂപ അടുത്ത് കിട്ടും. വെറുതെ 3 വെച്ചാൽ അടിക്കില്ല എന്ന് നമുക്കറിയില്ല. പക്ഷെ 3 എന്തായാലും അടിക്കാനുള്ള ചാൻസ് കുറവാണ് കേസ് കണ്ടിട്ട്. ഇത് ജയിക്കാൻ പോകണമെന്ന് വെച്ചാൽ 2ആണ് കേസ് ജയിക്കാൻ പോകുന്നത്. 2 ജയിച്ചു. ഇങ്ങനെയാണ് ഈ കളി. അപ്പോൾ റിസ്ക് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഏണിങ്സ് വേണമെങ്കിൽ കിട്ടും. നമ്മൾ ഓരോരുത്തരകത്ത് മാത്രമായിട്ട് വെറ്റി വെച്ചിട്ട് കാര്യമില്ല. വയ്ക്കുകയാണെങ്കിൽ 1, 2, 3 വയ്ക്കണം. ഇപ്പോൾ എക്സ് കൂടുതലുള്ളതിലും വയ്ക്കണം, കുറവുള്ളതിലും വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ പൈസ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടും. അപ്പോൾ ഞാൻ ബെറ്റ് വെച്ചിട്ടില്ല. എത്ര നോക്കട്ടെ കേസ്. നമുക്ക് അടുത്ത ബെറ്റ് വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ 6ആണ് കേസ് വന്നതാ. നമുക്ക് അടുത്ത് പറ്റുമോ കേസ്? 1, 2, 3, 4 അധികം വന്നിട്ടില്ല കേസ്. അടുത്ത 4 വരാനുള്ള ചാൻസ് ഹൈ ആണ്. നമുക്ക് 2ഉം 1ഉം 6ഉം വയ്ക്കാം കേസ്. 2, 1, 6. അത് എക്സ് കൂടുതലായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇങ്ങനെയാണ് നമ്മൾ ബെറ്റ് വെക്കേണ്ടത് കേസ്. 1 ജയിച്ചു. നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു 72 രൂപയുണ്ട്. 10 രൂപ വെച്ചിട്ട് നമുക്ക് 72 രൂപയുണ്ട് കേസ്. ഇത് അത്യാവശ്യം നല്ല പ്രോഫിറ്റുള്ള കളിയാണ്. നമ്മൾ നോക്കി കളിച്ചാൽ മതി. പിന്നെ കാറോലത്ത് കളിയുണ്ട് കേസ്. ഇതിനകത്ത് തന്നെ മിനിമം ബെറ്റ് 1 രൂപയാണ്. മിനിമം ബെറ്റ് ഒരേ 1 രൂപയുള്ളൂ കേസ്. അത് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള കാർ വെച്ചിട്ട് താഴെയുള്ള റേഞ്ചിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 5 ഇരട്ടി കിട്ടും. മേലിലുള്ളതിനാണെങ്കിൽ മസറാട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ 10, പോർഷയിൽ വയ്ക്കുകയാണെങ്കിൽ 15 ഇരട്ടി, ലംബോർഗിനി 20, ഫെറാറിയിലാണ് 25 ഇരട്ടി കിട്ടും കേസ്. നമ്മൾ വയ്ക്കണതിൻ്റെ എത്ര വെച്ചാൽ അതിൻ്റെ 25 ഇരട്ടി ഞാൻ കാണിച്ചു തരാം കേസ്. അവസാനമായിട്ട് വന്നത് BMW നമുക്കറിയാലോ. BMW വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഓരോ സമയം അനുസരിച്ച് കേസ്. ഞാനിപ്പോൾ 2 രൂപ വോൾസ്വാഗനിലും വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ വണ്ടിയുടെ വേറെ നേരം മറന്നു കേസ്. ബെൻസാണ് വന്നേക്കണ കേസ്. നമ്മൾ വെച്ചതെല്ലാം അടിച്ചിട്ടില്ല. കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് പിടിക്കാവുന്ന പൈസ ഉള്ള കേസ്. അപ്പോൾ ഞാൻ ലംബോർഗിനി വേണമെങ്കിൽ 20 രൂപ വെച്ച് കാണിച്ചത്. ലംബോർഗിനി 20 ഇരട്ടി. നമ്മൾ വയ്ക്കണതിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ 20 ഇരട്ടി നമുക്ക് ലംബോർഗിനി കിട്ടുന്നതാണ്. നമുക്ക് ലംബോർഗിനി 2 രൂപ വയ്ക്കാം. ഇതിലും 2 രൂപ വയ്ക്കാം. ലംബോർഗിനിയിലും മസറാട്ടിയിലും 2 രൂപ വെച്ച് വെച്ചിട്ടുണ്ട്. 2 രൂപ. വോൾസ്വാഗനാണ് അടിച്ചിരിക്കുന്നത്. നമുക്ക് അത് നഷ്ടമാണ്. 1 രൂപയാണ് പൈസ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് 1 രൂപ വെച്ച് തന്നെ കളി തുടങ്ങാൻ പറ്റും. മിനിമം 10 രൂപ അക്കൗണ്ടിൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ കാര്യം. അവസാനമായിട്ട് വന്നതാണ് വോൾസ്വാഗനാണ്. അവസാനമായിട്ട് വന്നതാണ്. നമ്മൾ പിന്നെ 7 രൂപയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അടിക്കില്ല.
ഞാൻ ഓരോ ഗെയിം നിങ്ങളിങ്ങനെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. കളിക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കളിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ 2 രൂപ വെച്ചാൽ 9 രൂപ അടിക്കാനുണ്ട്. 281 രൂപ ഗൈസ്. നമുക്ക് അടുത്ത കളി നോക്കാം ഗൈസ്. അടുത്ത് വോൾസ്വാഗൻ. ഞാൻ പോർച്ചുഗൽ 2 രൂപ വെച്ചിട്ടുണ്ട് ഗൈസ്. വോൾസ്വാഗനിൽ 2 രൂപ വെച്ചിട്ടുണ്ട്. അടുത്ത കളി ഇപ്പോൾ തന്നെ കളിക്കാം ഗൈസ്. ബെൻസാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബെൻസിൽ 2 തന്നെയൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് ഹൈയാണ്. നമ്മൾ ഇതോടുകൂടി ഈ കളി നിർത്താനായിരിക്കും. നമുക്ക് അടുത്ത കളി കളിക്കാം. അടിക്കില്ലേ നോക്കാം. നമ്മൾ എഴുതിക്കാൻ പറ്റിയിട്ടാണ് മൊത്തത്തിൽ. ഗൈസ് നമ്മൾ പോർച്ചുഗൽ പറ്റി വയ്ക്കാൻ മറന്നുപോയി ഗൈസ്. വേറെ കളി കളിക്കാം ഗൈസ്. ഗൈസ് നമ്മൾ ജാഡിമുണ്ടെന്ന് പറഞ്ഞ പുതിയ കളി വന്നിട്ടുണ്ട്. ഇത്ര നാളും ഇല്ലായിരുന്നു, പുതിയതായിട്ട് വന്ന കളിയാണ് ഗൈസ്. ഇതെന്നെ കളി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ കണ്ടറിയാം. നമുക്ക് ഈ സിമ്പിൾസ് ഉണ്ട് ഗൈസ്. ഓരോരോ സിമ്പിൾസിൻ്റെ പുറകിലുണ്ട് ഓരോരോ സിമ്പിൾസ് ഉണ്ട്. അതിനകത്ത് ഏത് സിമ്പിൾ വന്നോ ഒരു 6 കട്ട ഉണ്ടാവും. നമ്മൾ ഈ ഡൈസ് കളിക്കില്ല, അതേപോലത്തെ ഒരു 6 ഷേപ്പ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ എവിടെ വന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള പൈസ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ എല്ലാത്തിലും ഓരോന്ന് വെച്ച് വരുവാണെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. ഇത് അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 എത്ര മിനിമം വന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഇരട്ടി പൈസ കിട്ടും. നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഉണ്ടോ 0 അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ലൂസായി പോകും. ഇപ്പോൾ 2 ഒരേ ഇത് തന്നെ വരുവാണെങ്കിൽ നമുക്ക് 3 ഇരട്ടി കിട്ടും. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ നമുക്ക് വരുമ്പോൾ മനസ്സിലാവും. ഗൈസ് ഈ ചിഹ്നം 3 5 3 വന്നില്ല. അപ്പോൾ അവിടെ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ഇരട്ടിയും ഇത്രയും കിട്ടുമായിരുന്നു ഗൈസ്. അതാണ് കളിയുടെ ഇത്. ബെറ്റ് വെച്ച് കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. ഞാനിപ്പോൾ 3 രൂപ 3 ബെറ്റ് വെച്ചിട്ടുണ്ട്. 30 രൂപയ്ക്ക് ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അടിക്കില്ലോ എന്ന് ഗൈസ്. നമുക്ക് അവിടെ അടിച്ചിട്ടുണ്ട് 10 ഇരട്ടിയാണ്. 100 രൂപയാണ് അടിച്ചിരിക്കുന്നത് ഗൈസ്. നമ്മൾ വച്ചതിൻ്റെ നമ്മൾ വെറും 30 രൂപയ്ക്ക് വെച്ചോളൂ. കണ്ടോ ഗൈസ്, നമ്മുടെ ബാലൻസ് നോക്കാം 340 രൂപ ആയിട്ടുണ്ട് ഗൈസ്. ഈ കളി ഇങ്ങനെയാണ് കളിക്കേണ്ടത്. നമ്മൾ ഏത് വരുന്നോ അതനുസരിച്ച് കളിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു വെറ്റിനെയും വെച്ച് നോക്കാം. ഗൈസ് നമ്മളിപ്പോഴും 30 രൂപയ്ക്ക് വെച്ചാൽ നമുക്ക് നോക്കാം അടിക്കില്ലെന്ന്. പക്ഷേ ഈ തവണ നമുക്ക് അടിച്ചിട്ടില്ല. 30 രൂപ ലോസാണ്. കളി മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. നമ്മൾ വയ്ക്കണേ എവിടെയാണെന്ന് വെച്ചാൽ അത്രയും ചിഹ്നം അവിടെ വരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കിട്ടും. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ 10 രൂപയ്ക്ക് മാത്രം വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് അടിക്കില്ലെന്ന്. നമുക്ക് അടിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 രൂപ അടിക്കുമായിരുന്നു. കളി ഇങ്ങനെയുള്ളൂ. ഇത്രേ ഉള്ളൂ. എവിടെ കൂടുതൽ ചിഹ്നം വന്നാൽ അവിടെ നമുക്ക് അടിക്കും. നമുക്ക് ഒന്നുകൂടി 3 വെറ്റ് വെച്ച് നോക്കാം ഗൈസ്. അടിക്കില്ലെന്ന് നോക്കാമല്ലോ. ഒന്നുകൂടി 3 രൂപയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കളി നമുക്ക് നിർത്താം ഗൈസ്. വേറെ കളി കളിക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. സമയം അടിച്ചു, പക്ഷേ കിട്ടിയത് തന്നെ അടിച്ചോളൂ. 3 വന്ന കാരണം കൂടുതൽ വരെ നമുക്ക് കൂടുതൽ അടിച്ചായിരുന്നു. നമുക്ക് വേറെ കളി കളിക്കാം ഗൈസ്. പുതിയതായിട്ട് വന്ന കളി ഇതൊക്കെ ആയിരുന്നു. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഗോളുണ്ട്. കളി നിങ്ങൾക്ക് അറിയാമായിരിക്കണം. നമ്മളിതിൻ്റെ ബോളിങ്ങനെ നേരെ അടിച്ചടിച്ച് പോകണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള എക്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ 10 രൂപയ്ക്ക് വെറ്റ് വയ്ക്കണം ഗൈസ്. ബോൾ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അവിടെ ബോംബില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത ലെവലിലോട്ടും ബോംബ് വരാണ്ട് പോകണമെങ്കിൽ എനിക്ക് 1.72 എക്സ് കിട്ടി. മേലിലേക്കാണെങ്കിൽ ഗൈസ് അതേപോലെ എക്സ് കിട്ടിക്കൊണ്ടേയിരിക്കും ഗൈസ്. അവിടെയും ബോംബില്ലായിരുന്നു. ഇനി എനിക്ക് അടുത്ത ലെവലിലോട്ട് പോകണമെങ്കിൽ ഉണ്ട്. ഇപ്പം എനിക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ 17 കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് ഞാൻ ക്യാഷ് ഔട്ട് ചെയ്തെങ്കിൽ 17 കിട്ടിയില്ല. ഇപ്പോൾ 7 രൂപ ലാഭം കിട്ടി ഗൈസ്. അതേപോലെ നമുക്ക് നേരെ അങ്ങ് പോകണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് തന്നെ 10 രൂപ ലോസായുണ്ട്. ലോസാനുള്ള ചാൻസ് ഹൈ ആണ്. ഗൈസ് ലോസാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഒന്നുകൂടി നമുക്ക് കളിച്ച് നോക്കാം. റിസ്ക് പിടിച്ച കളിയാണ് ഗൈസ്. നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഉണ്ട് ഗൈസ്. ഒന്നുകൂടി കളിച്ച് നോക്കാം. കണ്ട ഗൈസ്, ഇത് റിസ്ക്കാണ്. എന്നാലും നമുക്കൊരു 4 ലെവൽ വരെ പോകുമെന്ന് നോക്കാം ഗൈസ്. ഇതൊക്കെ നമ്മളൊരു സ്പിരിറ്റിലെടുക്കണം ഗൈസ്. ഗെയിം സ്പിരിറ്റ്.
ഗൈസ് രണ്ടാമത്തേൽ നമ്മൾ പൊട്ടിയിരിക്കണം. ഒന്നുകൂടി നോക്കാം ഗൈസ്. 2 കളി കൂടി കളിച്ച് നോക്കാം, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നിർത്താം. ഫസ്റ്റേ തന്നെ പോയിരിക്കണം ഗൈസ്. ഇനി 2 കളി കൂടെ ഉള്ളൂ ഗൈസ്. അതിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിർത്തണം. ഒരു കളി നമ്മൾ കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നാൽ തോക്കാനുള്ള ചാൻസാണ് ഗൈസ് വളരെ ഹൈ. അല്ല ഗൈസ്, തോക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ബോംബ് ഇപ്പോൾ മേളിൽ വന്നു, താഴെ ബോംബ് ഉണ്ടാവില്ലായിരിക്കും. അല്ല ഗൈസ്, നമ്മളിപ്പോൾ 17 പിന്നെ വിട്ട് അടിച്ചു. ഒന്നുകൂടി നോക്കാം ഗൈസ്. ഒരു 3 ലെവൽ വരെ പോകുമെന്ന് നോക്കാം. അല്ല ഗൈസ്, എനിക്കിപ്പോൾ 22 രൂപയായി. ഇനിയുള്ള ലെവൽ പോകുമെന്ന് വെച്ചാൽ വളരെ റിസ്ക്കാണ്. പക്ഷെ എന്നാലും നമ്മൾ പോകുന്നു ഗൈസ്. അല്ല ഗൈസ്, റിസ്ക് ആയിരുന്നു, പക്ഷെ എന്നിട്ട് നമ്മൾ പോയി. ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ റിസ്ക് എടുത്താൽ കൂടുതൽ പൈസ കിട്ടും, അത്രേ ഉള്ളൂ ഗൈസ്. 5 രൂപ കൂടി കളിക്കാൻ വേണ്ടി. ഗൈസ്, കൂടുതൽ റിസ്ക് എടുത്താൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടും. അങ്ങനെ എത്ര ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് സൂറോലറ്റൊക്കെ ഉണ്ട് ഗൈസ്. അത് നമുക്ക് അറിയാമായിരിക്കും. സൂറോലറ്റ് മറ്റേ എവിടെയെങ്കിലും വയ്ക്കണം, നമുക്ക് കിളികൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസ കിട്ടും. എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ബെറ്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പീക്കോക്കാണ് ഗൈസ്. നമ്മൾ 10 രൂപയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 80 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ട്രെൻഡ് നോക്കണം ഗൈസ്. അവസാനമായിട്ട് വന്ന 3 കിളികളല്ലേ, 4 കിളികളാണ് ഗൈസ് വന്നേക്കണം. അപ്പോൾ അടുത്തത് കിളികൾ വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ കുറവാണ്, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. നമ്മളപ്പോൾ കുരങ്ങിലും വെച്ചിട്ടുണ്ട് ഗൈസ്, സിംഹത്തിലും വെച്ചിട്ടുണ്ട്, ഒരു പീക്കോക്കിലും വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അടിക്കില്ല. മോയിലാണ് ഗൈസ് അടിച്ചിരിക്കുന്നത്, അടിച്ചിട്ടില്ല, പൈസ പോയി. ഒന്നുകൂടി നോക്കാം ഗൈസ് അടിക്കില്ല. ഗൈസ് നമ്മൾ സ്വാളയിലും പീജനിലും മാത്രമാണ് വെറ്റി വെച്ചാൽ നമുക്ക് നോക്കാം അടിക്കില്ല. നമുക്ക് അടിച്ചിട്ടില്ല, നഷ്ടമാണ്. കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു വരും. ഇതിപ്പോൾ അവസാനമായിട്ട് വന്നാണ് സിംഹൻ്റെ കേസ്. നമുക്ക് നോക്കാം കേസ്. നമ്മൾ കുരങ്ങിൽ 20 രൂപ വെച്ചിട്ടുണ്ട്. അടിക്കാൻ നമുക്ക് 160 രൂപ അടിക്കും കേസ്. പക്ഷെ പരുന്താണ് നമുക്ക് ഒന്നുകൂടി 3 ബെറ്റ് വെച്ച് നോക്കാം. എന്തായാലും അടിക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് കേസ്, നമുക്ക് ലക്കുണ്ടെങ്കിൽ പൈസ അടിക്കും. നമുക്ക് ഒന്നുകൂടി നോക്കാം പൈസ ഏതാണെന്ന്. സിംഹത്തിന് മാത്രം 10 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കില്ല. സിംഹം അടിച്ചിട്ടില്ല. ചില സമയത്ത് ഇങ്ങനെയാണ് കേസ്, ലക്ക് വേണം കേസ്. നമുക്ക് നോക്കാം. നമ്മളെന്നാലും അവസാനം വരെ നോക്കും കേസ്. 30 രൂപ കേസ്. ഇപ്പോൾ അവസാനമായിട്ട് വന്ന കിളികളാണ്. കേസ് നമ്മൾ 30 രൂപ റാബിറ്റിൽ വെച്ചിട്ടുണ്ട് കേസ്. 30 രൂപ അടിക്കണമെങ്കിൽ നമുക്ക് 180 രൂപ അടിക്കും കേസ്. നമുക്ക് നോക്കാം കേസ്. പിന്നെ കേസ് റിസ്ക് എടുത്താലാണ് നമുക്ക് റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ കേസ്. ഞാൻ റിസ്ക് എടുത്തു, നമുക്ക് റിസ്ക് സാപ്പിടാൻ പറ്റി കേസ്. 172 രൂപ ഒരുമിച്ച് ഒറ്റയടിക്ക് അടിച്ചിരിക്കുന്നു കേസ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില സമയത്ത് ലക്ക് ഉണ്ടാവും, ചില സമയത്ത് ഒന്നും കിട്ടില്ല കേസ്. കേസ് ഇനി വേറെ കളി ഏതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ കേസ് ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ടെന്ന് പുതിയ കളികളൊക്കെ. നിങ്ങളൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഗൈസ് ടെലിഗ്രാമിൽ. അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാലും മതി, നമ്മൾ കമൻറ്റിൽ എല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.